പൊതുജനാരോഗ്യ സംവിധാനങ്ങളടക്കം ശക്തിപ്പെടുത്തേണ്ട ഒരു സമയമാണോ മുന്നിലുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. നമ്മളോടൊപ്പം ആരോഗ്യ വിദഗ്ധർ കൂടി ചേരുന്നുണ്ട്. ഡോക്ടർ രാജീവ് ജയദേവിലേക്ക് ഞാൻ പോവുകയാണ്. ഡോക്ടർ, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട സംശയം ഉയരുന്നത് ഇപ്പോൾ വ്യാപകമായി റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത് H9N2 വൈറസിന്റെ വകഭേദമാണോ അതോ പുതിയ ഏതെങ്കിലും വൈറസ് ആണോ എന്നുള്ള ചോദ്യമാണ്. എന്താണ് ഈ ഘട്ടത്തിൽ നമുക്ക് ഒരു വിലയിരുത്തൽ നടത്താൻ സാധിക്കുക? അതെ, ഇപ്പോൾ ചൈനയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കുട്ടികളിൽ കൂടുതലായിട്ടുള്ള ശ്വാസകോശ രോഗ അണുബാധയാണ്, അതായത് റെസ്പിറേറ്ററി ഡിസീസ് എന്ന് പറയും. ഇതാണ് ചൈനയിൽ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രധാനമായും ഇൻഫ്ലുവൻസ, മൈക്കോപ്ലാസ്മ, റൈനോ വൈറസ്, അഡിനോ വൈറസ് മുതലായിട്ടുള്ള ചില വൈറസുകൾ മൂലമാണ്. ഇതോടൊപ്പം കോവിഡും ഉണ്ട് എന്നാണ് ലോകാരോഗ്യ സംഘടന പറഞ്ഞിട്ടുള്ളത്. എന്നാൽ ചൈനയിലെ പ്രത്യേകത, അവിടെ കുട്ടികൾ വൻതോതിൽ ആശുപത്രികളിൽ വരുന്നതായും രക്ഷിതാക്കളോടൊപ്പം അവർ ഡ്രിപ്പ് എടുക്കുന്ന രംഗങ്ങളാണ് നമ്മൾക്ക് ടിവിയിലും വാട്സാപ്പിലും മറ്റും കാണാൻ പറ്റുക. ഈ ഡ്രിപ്പ് എടുക്കുന്നത് വാസ്തവത്തിൽ അവിടുത്തെ ഒരു രീതിയാണ്. അതായത് സാധാരണ ജലദോഷം വന്നാൽ പോലും ഡ്രിപ്പ് കൊടുക്കുന്ന ഒരു സംസ്കാരം അവിടെ ചൈനയിൽ നിലവിലുണ്ട് പണ്ട് മുതൽ തന്നെ. കാരണം ഈ ഡ്രിപ്പ് കൊടുത്താൽ മാത്രമേ അവർക്ക് ഒരു സന്തോഷമാവുകയുള്ളൂ എന്നുള്ളത് വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നിരവധി പേർക്ക് ജലദോഷവും മറ്റും വരുന്ന സമയത്ത് എല്ലാവർക്കും ഡ്രിപ്പ് കൊടുക്കുന്ന ഒരു അവസരം ചിന്തിച്ചു നോക്കിക്കഴിഞ്ഞാൽ അവിടെ അസാമാന്യമായിട്ടുള്ള തിരക്ക് അനുഭവപ്പെടുന്നുണ്ട്. ഇതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അല്ലാതെ ഒരു ഭീകരമായിട്ടുള്ള ഒരു പുതിയ അണുബാധയുടെ ലക്ഷണങ്ങളൊന്നും അവിടെ കാണാൻ കഴിഞ്ഞിട്ടില്ല. ഡോക്ടർ, അപ്പോൾ തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട സംശയം ഉയരുന്നത്. അങ്ങനെയെങ്കിൽ ഇതിന്റെ വ്യാപന ശേഷി എങ്ങനെയാണ്? അതായത് ഈ കോവിഡ് കാലഘട്ടമായിരുന്നു കഴിഞ്ഞു പോയത്. ആ കാലഘട്ടത്തിൽ നമ്മുടെ കുട്ടികൾക്കടക്കം, അതായത് കുട്ടികൾക്ക് പ്രതിരോധ ശേഷിയിലടക്കം വലിയ കുറവുണ്ടായിട്ടുണ്ടാകാം എന്നുള്ള പഠനങ്ങളുണ്ട്. അതാണോ ഇത്തരത്തിൽ ഇപ്പോൾ രോഗികളുടെ എണ്ണം ഇങ്ങനെ ഉയരുന്നതിന് കാരണം? ഇതിന്റെ വ്യാപന ശേഷി, ഇത് എത്രത്തോളം മാരകമാകാനുള്ള സാധ്യതയുണ്ട് ഈ രോഗം പിടിപെട്ടാൽ? അങ്ങനെയുള്ള കാര്യങ്ങളെ പറ്റി കൂടി ഒന്ന് വിശദീകരിക്കാമോ? തീർച്ചയായും. ഇപ്പൊ നമ്മൾ ഇൻഫ്ലുവൻസയുടെ കാര്യം എടുക്കുകയാണെങ്കിൽ, അതുപോലെ തന്നെ അവിടെ കാണപ്പെടുന്ന RSV എന്ന് വിളിക്കുന്ന വൈറസിന്റെ കാര്യം എടുക്കുകയാണെങ്കിൽ, നമ്മൾ ഒന്ന് ഓർക്കേണ്ടത് കഴിഞ്ഞ 4 വർഷം കൊണ്ട് നിരവധി കുട്ടികൾ ഉണ്ടായി വന്നിട്ടുണ്ട്, അല്ലെ? ഓരോ വർഷവും കുട്ടികൾ ഉണ്ടാകുന്നുണ്ട്. അപ്പോൾ ഈ പുതുതായി ഉണ്ടായ കുട്ടികൾക്കൊന്നും ഈ ലോക്ക്ഡൌണും അതുപോലെ നിയന്ത്രണങ്ങളും മൂലം, ചൈനയിൽ കടുത്ത നിയന്ത്രണങ്ങളാണ് എന്ന് നമുക്കറിയാം. എല്ലായിടത്തും ലോക്ക്ഡൌൺ ഇല്ലെങ്കിലും പലയിടത്തും ശക്തമായിട്ടുള്ള നിയന്ത്രണങ്ങൾ 3 വർഷത്തോളം അവർ കൊണ്ടു നടന്നു. ഈ വർഷം ആദ്യമാണ് ഈ നിയന്ത്രണങ്ങൾ എടുത്തു കളയുന്നത്. അപ്പോൾ ഈ 3 വയസ്സുവരെ ഉണ്ടായ കുട്ടികൾ, അവർക്ക് ആർക്കും യാതൊരു വിധത്തിലുള്ള അണുബാധയും ഉണ്ടായിട്ടില്ല എന്ന് നമുക്ക് അനുമാനിക്കാവുന്നതാണ്. സാധാരണഗതിയിൽ കുട്ടികൾക്ക് ആദ്യത്തെ 1-2 വർഷങ്ങൾക്കുള്ളിലാണ് RSV എന്ന് വിളിക്കുന്ന ഒരു അണുബാധ സാധാരണഗതിയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ ഓർക്കേണ്ടത് ഈ 3 വയസ്സ് വരെയുള്ള കുട്ടികൾ നിരവധി മില്യൺസ് ഓഫ് ബേബീസ് വിൽ ബി ദേർ. അവർക്ക് ഈ അണുബാധ ഇല്ലാതെ വളർന്നു വന്ന കുട്ടികളാണ്. അപ്പോഴാണ് അങ്ങനെയുള്ള സാഹചര്യത്തിൽ അവർ പ്ലേ സ്കൂളുകളിലും മറ്റും പോകുമ്പോഴും ബർത്ത്ഡേ പാർട്ടികളിലും മറ്റും പോകുമ്പോഴും മറ്റു വീടുകളിൽ സന്ദർശനത്തിന് പോകുമ്പോഴും അവിടെയുള്ള വൈറസ് വളരെ പെട്ടെന്ന് അനവധി പേരിലേക്ക് ഈ വൈറസ് വ്യാപിക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഇത് സാധാരണ നമ്മുടെ കുട്ടികളിൽ കാണുന്ന വൈറസുകളൊക്കെ തന്നെയാണ്. എന്നാൽ ഈ 3 വർഷമായിട്ട് ഈ ഒന്നും ബാധിക്കാതെ ഇരിക്കുന്ന ഒരു സമൂഹത്തിലേക്ക് ഈ വൈറസ് ചെന്നപ്പെടുന്നത് കൊണ്ടുള്ള ഒരു സംഖ്യയുടെ ആധിക്യമാണ് നമ്മളിവിടെ കാണുന്നത്. അല്ലാതെ ഒരു ഭീകരമായിട്ടുള്ള അന്തരീക്ഷമായിട്ട് അതിനെ കാണേണ്ടതില്ല. അല്ലാതെ ചില മാധ്യമങ്ങളിൽ കണ്ടതുപോലെ, ഈ സോഷ്യൽ മീഡിയയിൽ കണ്ടതുപോലെ പുതിയ വേരിയന്റോ അങ്ങനെ ഒരു അപകടകരമായിട്ടുള്ള വൈറസ് ചൈനയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെട്ടു, അങ്ങനെയുള്ള കാര്യങ്ങളിലൊന്നും യാതൊരു കഴമ്പുമില്ല. ഇത് നമ്മൾ പ്രതീക്ഷിക്കുന്ന രീതിയിലുള്ള ഒരു ഇൻക്രീസ് തന്നെയാണ്. വാസ്തവത്തിൽ 2020 പബ്ലിഷ് ചെയ്ത പേപ്പറിൽ തന്നെ ഇങ്ങനെ സംഭവിക്കും എന്ന് പ്രവചിച്ചിരുന്നു. കാരണം ലോക്ക്ഡൌണും അതുപോലെ മറ്റ് നിയന്ത്രണങ്ങളും മാസ്കും സോഷ്യൽ ഡിസ്റ്റൻസിങ്ങും മറ്റും ആവുമ്പോൾ കോവിഡ് മാത്രമല്ല ഇല്ലാതാകുന്നത്, ഇപ്രകാരമുള്ള വൈറസുകളുടെയും സംക്രമണം കുറയുകയും അങ്ങനെ സംക്രമണം കുറയുന്നത് പിൽക്കാലത്ത് ഇവ തിരിച്ചു വരവിനുള്ള ഒരു വഴിയൊരുക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ്. ഡോക്ടർ, ഇതിൽ മറ്റൊരു പ്രധാനപ്പെട്ട ചോദ്യം ഉയരുന്നത്, ഈ ഇൻഫ്ലുവൻസ വൈറസുകൾക്കെതിരെ ഫലപ്രദമായ വാക്സിൻ ഇപ്പോൾ പലയിടങ്ങളിലുമുണ്ട്. നമ്മളൊക്കെ ഇന്ത്യയിലടക്കം അത് വലിയ കാര്യമായി ഉപയോഗിക്കുന്നുമുണ്ട്. ആ വാക്സിൻ എത്രത്തോളം ഫലപ്രദമായിരിക്കുമെന്നാണ് ഈ ഘട്ടത്തിൽ നമുക്ക് പ്രതീക്ഷിക്കാൻ കഴിയുക? ഇൻഫ്ലുവൻസ വാക്സിനെ പറ്റി പറയുമ്പോൾ അത് കോവിഡ് വാക്സിൻ പോലെയല്ല. ഇൻഫ്ലുവൻസ എന്ന് പറയുന്നത് പലതരത്തിലുള്ള ഒരു വൈറസുകൾ അടങ്ങുന്ന ഒരു ബോക്സ് ആണ്. നമ്മളിപ്പോ ദീപാവലിയുടെ സ്വീറ്റ്സ് വാങ്ങിച്ചു കഴിഞ്ഞാൽ പലതരത്തിലുള്ള സ്വീറ്റ് അതിനകത്ത് ഉണ്ടാവുമല്ലോ, അല്ലെ? ഒരു ബോക്സിനകത്ത്. അതുപോലെ തന്നെ പലതരത്തിലുള്ള വൈറസുകൾ അടങ്ങുന്ന ഒരു ഗ്രൂപ്പാണ് ഇൻഫ്ലുവൻസ വൈറസ്. അപ്പോൾ ഓരോ വർഷവും ഏതൊക്കെ വൈറസുകളാണ്
പ്രാബല്യത്തിലുള്ളത് എന്നുള്ളത് ലോകാരോഗ്യ സംഘടനയും മറ്റു വിദഗ്ധരും ചേർന്ന് നോർത്തേൺ ഹെമിസ്ഫിയറിലും സദേൺ ഹെമിസ്ഫിയറിലും ഭൂമിയിലെ പല ഭാഗങ്ങളിലും ഇതെല്ലാം വൈറസുകൾ വരാനുള്ള സാധ്യത എത്രത്തോളം ഉണ്ട് ഇത് വിലയിരുത്തിയതിനു ശേഷമാണ് അവർ വാക്സിൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ മിക്കപ്പോഴും അവരുടെ പ്രവചനം ശരിയാകാറുണ്ട്. അതായത് അവർ വിചാരിക്കുന്ന രീതിയിലുള്ള വൈറസുകളാണ് പൊതുവെ കണ്ടുവരാറുള്ളത്. എന്നാൽ ചില വർഷങ്ങളിൽ പ്രവചനങ്ങളെ തെറ്റിച്ചുകൊണ്ട് ചിലപ്പോൾ കണക്കുകൂട്ടലെ തെറ്റിച്ചുകൊണ്ട് ചില വൈറസുകൾ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഈ വിദഗ്ധരുടെ കണക്കുകൂട്ടലിൽ നിൽക്കുന്ന വൈറസ് ആണെങ്കിൽ ഇൻഫ്ലുവൻസ വൈറസ് വാക്സിന് അത് തീവ്രമായിട്ടുള്ള രോഗത്തെ തടുക്കാനുള്ള കഴിവുണ്ട്. 100% ഒന്നുമില്ല എങ്കിലും ഒരു സാമാന്യം നല്ല രീതിയിലുള്ള ഒരു പ്രൊട്ടക്ഷൻ അത് കൊടുക്കുന്നുണ്ട്. ഇത് കൂടുതലും പ്രൊട്ടക്ഷൻ ലഭിക്കേണ്ടത് വാർദ്ധക്യത്തിലുള്ളവരും അതുപോലെ അനുബന്ധ രോഗം ഉള്ളവരിലും ഒക്കെയാണ്. എങ്കിലും കുട്ടികൾക്കും മറ്റ് അഡൽട്സിനും ഈ വാക്സിൻ ലഭ്യമാണ്. ഇൻഫ്ലുവൻസ അപൂർവമായിട്ടെങ്കിലും നല്ല ആരോഗ്യമുള്ളവരിൽ മരണം ഉണ്ടാക്കുകയും വാർദ്ധക്യത്തിലുള്ളവർ കുറച്ചുകൂടി തീവ്രമായിട്ടുള്ള രോഗം ഉണ്ടാക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ശ്വാസകോശ രോഗമുള്ളവർ അതുപോലെ വാർദ്ധക്യത്തിലുള്ളവർ ഇൻഫ്ലുവൻസ വാക്സിൻ വർഷാവർഷം എടുക്കുന്നതാണ് അതിന്റെ രീതി. കാരണം ഈ വർഷം എടുത്ത വാക്സിൻ അടുത്ത വർഷം ഉണ്ടാകുന്ന വൈറസുകൾക്കെതിരെ ഫലപ്രദമാകണം എന്നില്ല എന്നുള്ളതാണ് ഞാനിവിടെ വിശദീകരിച്ചത്. തീർച്ചയായും ഡോക്ടർ, അത് തന്നെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. എത്രത്തോളം വാക്സിൻ ഫലപ്രദമാണ് ഇക്കാര്യത്തിൽ എന്നുള്ളതാണ് ലോകം ഉറ്റുനോക്കുന്നത്. ഒപ്പം ഡോക്ടർ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ വാർദ്ധക്യം, അതായത് വയസ്സായവർ പ്രായമായവരിലൊക്കെ എങ്ങനെയായിരിക്കും ഈ രോഗം അതിന്റെ ഒരു റിസൾട്ട് ഉണ്ടാകുക എന്നുള്ള കാര്യങ്ങൾ കൂടി ചർച്ച ചെയ്യേണ്ടതുണ്ട്. കേരളത്തിലെ സാഹചര്യങ്ങളിലേക്കും കേരളം നടത്തേണ്ട മുന്നൊരുക്കങ്ങളെ പറ്റിയും ഒക്കെ നമുക്ക് വരാം. ആരോഗ്യ വിദഗ്ധൻ ഡോക്ടർ സുൽഫി കൂടി ചേരും ഒരു ഇടവേളയ്ക്ക് ശേഷം.